ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. രാവിലെ അമ്പലത്തിൽ പോകണമെങ്കിൽ കെട്ടിയോനെ എണീപ്പിക്കുന്നതിനേക്കാളും വലിയ കഷ്ടപ്പാട് വേറെ ഒരു ജോലിക്കും ഇല്ല. എങ്ങനെയൊക്കെയോ ഉന്തി തള്ളി ബാത്റൂമിലേക്ക് കൊണ്ടാക്കി. അത് കഴിഞ്ഞ് ഏട്ടൻ തന്നെയാണ് അച്ഛനെയും കുളിപ്പിച്ചത്. അവനതാ റെഡി ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ റെഡി ആവുന്നതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവൻ വീഡിയോ നോക്കി ഹായ് പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവനും ഒരു യൂട്യൂബർ ആവാനുള്ള തയ്യാറെടുപ്പിലാണെന്നാട്ടോ തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇറങ്ങി കേട്ടോ. കുറേ ദിവസമായി അമ്പലത്തിൽ പോകണമെന്നൊരു തോന്നൽ. ആദ്യമൊക്കെ എപ്പോഴെപ്പോഴും പോകാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അച്ചുവൊക്കെ വന്നതിന് ശേഷം വളരെ കുറഞ്ഞിട്ടുണ്ട് അമ്പലത്തിൽ പോക്കൊക്കെ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അച്ചുവിന് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. സാധാരണ പോകുമ്പോൾ ഞങ്ങൾ ആരും ഒന്നും കഴിക്കാറില്ല, വരുമ്പോഴാണ് ഞങ്ങൾ കഴിക്കുക. പക്ഷേ അച്ചുവിന് അത്ര നേരം പിടിച്ച് നിൽക്കാൻ പറ്റുമോയെന്നറിയില്ല, കുഞ്ഞല്ലേ അവൻ. അപ്പം വെള്ളപ്പം വാങ്ങി കേട്ടോ. വെള്ളപ്പം വാങ്ങി അവന് കൊടുത്തു. ഞങ്ങൾ അഴകൊടിയിലാണേ പോകുന്നത്. അച്ഛൻ്റെ വീട് അവിടെ അടുത്താണ് കേട്ടോ. നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലില്ലേ, അതിൻ്റെ അടുത്ത്. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ട് കേട്ടോ ഇങ്ങോട്ട്. ഈ വഴി കൂടെ വരുമ്പോൾ എപ്പോഴും ഒരു വിഷമമാണ് കേട്ടോ. എന്താ വെച്ചാൽ അച്ഛനുള്ള സമയത്തായിരുന്നു ഞങ്ങളെപ്പോഴും ഇതിലേ വരാറ്. ഇപ്പോൾ അച്ഛനില്ലാത്തപ്പം ഭയങ്കര വിഷമമാണ് കേട്ടോ. ഇതാ പിന്നെ ഈ മതിലിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡ് കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ, അതിലാട്ടോ ഞങ്ങളെ തറവാട്ടിലേക്ക് പോകുന്നത്. പിന്നെ ഇവിടുന്ന് കുറച്ച് മുകളിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അമ്പലം എത്തിയിട്ടോ. ഇതാ അടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലം ഉള്ളത്. ഇറങ്ങി നടക്കുന്ന സമയത്ത് അച്ചു അവിടെ കാറിൽ ആരോ ഇരിക്കുന്നേ കണ്ടിട്ടുണ്ട്. അവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. വലിച്ചിട്ടൊന്നും വരുന്നില്ല, അവൻ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അവരും എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവസാനം ടാറ്റ കൊടുത്ത് ഞങ്ങൾ നടന്നേ. മുറ്റൊക്കെ ഇൻ്റർലോക്ക് ആയതുകൊണ്ട് അച്ചുവിന് നടക്കാൻ നല്ല സുഖമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എടുത്ത് ബുദ്ധിമുട്ടേണ്ടി ഒന്നും വന്നിട്ടില്ല. അമ്പലത്തിൻ്റെ അകത്ത് കുറേ പ്രാവ് ഉണ്ടായിരുന്നു കേട്ടോ. അച്ചു അതിനെ കണ്ടപ്പം കാക്കയെന്ന് വിളിച്ച് അതിൻ്റെ വഴിയെ പായാൻ തുടങ്ങി. പൊതുവേ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര സൈലൻ്റ് ആണല്ലോ. ഇവൻ്റെ ആ കാക്കയൊച്ച വലിയതായിട്ടാട്ടോ കേട്ടിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് കൃഷ്ണൻ്റെ അവിടെ കുറേ മഞ്ചാടിക്കുരൊക്കെ വെച്ചാൽ അത് വാരാനല്ല അവൻ നോക്കുന്നത്, ആ പാത്രത്തോടെ എടുത്തുകൊണ്ടുപോകാനാട്ടോ അവൻ നോക്കുന്നത്. അവസാനം പിടിച്ച് വലിച്ചാണ് അവൻ അവിടുന്ന് കൊണ്ടുവന്ന്. പിന്നെയും പ്രാവിനെ കണ്ട് അതിൻ്റെ വഴിയെ പോവുമായിരുന്നു കേട്ടോ. പക്ഷേ അപ്പുറത്ത് വഴിക്കലുണ്ട്. ഞാൻ അവനെ പിടിച്ച് വലിച്ച് പിന്നെ കൂട്ടിക്കൊണ്ടുവന്നാണേ. അമ്പലത്തിൻ്റെ നേരെ മുന്നിൽ തന്നെ കുറച്ച് നടന്നിട്ടുണ്ടെങ്കിൽ വേറൊരു പ്രതിഷ്ഠയും കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവസാനമാണ് ഇവിടെ തൊഴാൻ വരിക. അപ്പോൾ ഇങ്ങോട്ടൊന്നും ആദ്യം ഇൻ്റർലോക്ക് ഇല്ലായിരുന്നു, ഇപ്പോൾ പുതിയതായിട്ട് ഇട്ടതാ തോന്നി ഇവിടെ ഇൻ്റർലോക്കൊക്കെ. അതുകൊണ്ട് അച്ചുവിന് സുഖമായി എന്ന് പറയാലോ. അവൻ ഓടിക്കളിച്ച് നടക്കാനായി ഇതിലൊക്കെ. മേലൊക്കെ ചന്ദനം വാരി തേച്ച് പട്ടര പോലെ കേട്ടോ അവൻ ഇറങ്ങി വന്നത് അവിടുന്ന്. എന്നിട്ട് ഇൻ്റർലോക്ക് കൂടെ പായായിരുന്നു കേട്ടോ. എൻ്റെ അടുത്തുനിന്ന് കുറേ ദൂരേക്ക് ഓടിപ്പോയിട്ടോ. എന്നിട്ട് അവിടെ വേറെ ആരോ വന്നു, അവരെ കൂടെ അങ്ങനെ പോവുമായിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക്. തൊഴുത് ഞങ്ങൾ പുറത്തേക്ക് വന്നതാ, എന്നിട്ട് പിന്നെയും പോവുമായിരുന്നു അവരെ കൂടെ. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് കുറച്ചധികം പരിപാടികളുണ്ട്. അച്ചുവിനെ ഡോക്ടറെ കാണിക്കേണ്ട ദിവസം ഇന്നാണ് കേട്ടോ. അങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് വണ്ടി ഒന്ന് പണി മുടക്കിയത്. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് അവിടുന്ന് വേറെ ആരെങ്കിലും വണ്ടി എടുത്തിട്ട് തിരിച്ച് വരണേ. പോകുന്നതിൻ്റെ മുന്നേ ഞങ്ങൾക്കൊരു സ്ഥലത്തു കൂടെ പോകാനുണ്ടായിരുന്നേ. ഇത് വേറെ എവിടെയല്ല, ആഴകുടി ക്ഷേത്രത്തിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് കേട്ടോ. ഇത് ഞങ്ങളെ ശ്മശാനാണേ. അപ്പം അച്ഛനെ ഇവിടെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് കുറച്ച് ദിവസമായി അച്ഛനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് പോവാമെന്ന് വിചാരിച്ച്. മെയിനായിട്ട് ഇതിന് വേണ്ടിയാട്ടോ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ആദ്യമൊക്കെ ഇതിൻ്റെ സൈഡിലൊക്കെ നിറച്ച് ചെടികളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഉള്ളോട്ടൊന്നും കയറാൻ പറ്റില്ല. ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ആ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് അങ്ങോട്ട് നോക്കി നിൽക്കും, എന്നിട്ട് വേഗം തിരിച്ചു വരികയാണേ ചെയ്യാം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ടോ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഹോട്ടലിൽ കയറിയതാണ്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പൊറോട്ടയും ചിന്നമുട്ടയായിരുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ അത്. പിന്നെ ഈ ചേട്ടനെ കണ്ടോ, അച്ചു തിരിഞ്ഞ് നിന്ന് മാമാ മാമാന്ന് വിളിക്കായിരുന്നു കേട്ടോ ആ ചേട്ടനെ. അങ്ങനെ പോകുമ്പോൾ ആ ചേട്ടനോട് ടാറ്റയൊക്കെ പറയണ്ട കേട്ടോ അവൻ വന്നത്. നമ്മുടെ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ്റെ നേരെ മുന്നിലുള്ള ശേഖർ ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണേ അത്. ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ആരെങ്കിലും വണ്ടി വിളിച്ച് സെറ്റാക്കണം, എന്നിട്ട് വേണം ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ അച്ചു എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ കുറച്ച് നേരത്തെ എണീറ്റതല്ലേ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. വെള്ള ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ മാറ്റി ഇറങ്ങി കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. ഇതേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഫ്രണ്ട് എന്നും പറയാൻ പറ്റില്ല, ഒരു മാഷാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും മാഷ് എന്നാണ് വിളിക്കുക. ഈ വണ്ടിയിൽ കയറിയ അച്ചുവിന് നല്ല രസമാണ്. ഇതിൻ്റെ മുന്നിൽ കുറേ തോരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പിടിച്ച് വലിക്കലാണ് അവൻ്റെ മെയിൻ പരിപാടി.
പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഹോസ്പിറ്റലിലേക്കാണല്ലോ പോകുന്നത്, അതുകൊണ്ട് ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് വിഷമത്തിലായിരുന്നു. അവന് കണ്ണിൽ നല്ല പഴുപ്പുള്ളതുകൊണ്ട് ചിലപ്പോൾ അത് കീറേണ്ടി വരുമോ അങ്ങനെയൊക്കെ ഒരു പേടിയിലാട്ടോ ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇതെന്താ അറിയോ അവൻ ചൂണ്ടിക്കാണിക്കുന്നത്? അവനോട് ഞാൻ അവൻ ജനിച്ച സ്ഥലം എവിടെയാണെന്നാട്ടോ അപ്പം ചോദിച്ചേ. അത് മെഡിക്കൽ കോളേജ് വഴിയായിരുന്നേ. അവൻ ജനിച്ച ആ ബ്ലോക്കിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കടയാട്ടോ അവൻ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ ഞങ്ങളിതാ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്താനായേ. ഐ ഫൗണ്ടേഷനിലാട്ടോ ഞങ്ങളിപ്പോൾ അവനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ അവൻ അവിടെ പോയപ്പം മൊത്തം അലമ്പാക്കി ഇതിൽ ഓടി നടന്ന് എന്നിട്ടൊക്കെയാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനതൊക്കെ എടുത്ത് ഷോർട്സ് ആക്കിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അവന് പോകുമ്പോൾ ഓർമ്മ ഉണ്ടാവോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അവിടെ ഉള്ള ആർക്കെങ്കിലും ഇവന് ഓർമ്മ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ റിസപ്ഷൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഏട്ടൻ അവന് ഷൂ ഇട്ട് കൊടുക്കുകയാണേ. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് അവനെ ചെരുപ്പിടിക്കാറില്ല, പുറത്ത് വരുമ്പോൾ കേട്ടോ അവന് ചെരുപ്പിട്ട് കൊടുക്കാറ്. ചെരുപ്പിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ അവിടെ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങിട്ടോ. ഞാൻ വിചാരിച്ച് ദൈവമേ, അന്നത്തെ പോലെ തന്നെ എല്ലായിടത്തും പോയി അലമ്പാക്കല്ലോ എന്ന്. ഇന്നാണെങ്കിൽ ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നേ അവിടെ. പക്ഷേ അവൻ അങ്ങനെ അലമ്പൊന്നും ആക്കിയില്ല. ആരടുത്തേക്കും തമാശ പറയാനോ കളിക്കാനോ ഒന്നും അധികം അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. റിസപ്ഷനിൽ സ്റ്റാഫൊക്കെ അവനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അവൻ പോയിട്ടില്ല. പിന്നെ അവിടുന്ന് ഒരാൾ വന്ന് അവനെ എടുത്തു കേട്ടോ. പക്ഷേ അവരെടുത്തു, അവൻ നിന്നില്ല കേട്ടോ. എന്താണെന്നറിയില്ല, ഇന്ന് കുറച്ച് ആക്റ്റീവ് അല്ലായിരുന്നു. ഒരു മൂഡ് ഓഫ് പോലെ കേട്ടോ ഇരിക്കുന്നത് മൊത്തം. പിന്നെ ഞങ്ങൾ കാണിച്ചു കേട്ടോ. ഞങ്ങൾ വിചാരിച്ച പോലെ ആ ഒരു പിമ്പിൾ കീറൊന്നും ചെയ്തിട്ടില്ല. അതായിരുന്നു ഞങ്ങൾക്ക് വലിയ പേടി ഉണ്ടായിരുന്നത്. മരുന്നൊക്കെ മാറ്റി തന്നിട്ട് ഒരു 2 വീക്ക് കൂടെ നോക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഇവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും ആ ഡോക്ടർ ആണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിട്ടാട്ടോ നമ്മളെടുത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു 3ാം ക്ലാസ് മുതൽ കണ്ണട വെക്കുന്ന ആളാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലും ആയിട്ട് ഒരുപാട് കണ്ണിൻ്റെ ആശുപത്രികൾ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊന്നും ഇല്ലാത്ത പോലത്തെ ഒരു കസ്റ്റമർ സർവീസൊക്കെ എനിക്കിവിടെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൻ്റെ അടുത്താണെങ്കിൽ നല്ല കെയറിങ് ഒക്കെ ആയിരുന്നു കേട്ടോ അവിടുത്തെ എല്ലാവർക്കും. പിന്നെ അവൻ എന്താണെന്നറിയില്ല, ഇന്ന് കുറച്ച് മൂഡ് ഓഫ് ആയതുകൊണ്ട് മാത്രം അത്ര ആക്റ്റീവ് അല്ലായിരുന്നേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോഴേക്കും കുറച്ച് ഉച്ചയായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒന്ന് ഹൈലൈറ്റ് മാളിലും കൂടെ പോകാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്ത് തന്നെയാണല്ലോ ഹോസ്പിറ്റൽ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നേ. നെസ്റ്റോലൊന്ന് കയറണം. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ അച്ചുവിനെ എടുത്തുകൊണ്ട് നടക്കേണ്ട അവസ്ഥയായിരുന്നല്ലോ. ഇപ്പം അവൻ നടക്കാനായതുകൊണ്ട് ആ ഒരു പ്രശ്നം തീർന്നുണ്ട്. ഇങ്ങനെ നടക്കുന്നത് അവനും ഒരു ഇഷ്ടമാണ്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിലത്ത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവനെ ഏതെങ്കിലും ഷോപ്പിലേക്കൊക്കെ ഓടി കയറിന്ന് വരും. അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓക്കെയാണ്. ആദ്യം തന്നെ അച്ചുവിൻ്റെ ഡയപ്പറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത്തവണ പുതിയൊരു ബ്രാൻഡ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇതുവരെ യൂസ് ചെയ്യാത്ത ലിറ്റിൽ നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അച്ചു ഈ ട്രോളിയിൽ ഇരിക്കുമ്പോൾ എല്ലാവരും അവനെ നോക്കുന്നുണ്ടായിരുന്നേ. ഒരു ക്യൂട്ട് ബൊമ്മക്കുട്ടി ഇരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ അവൻ ഇരിക്കുന്നേ കാണാൻ. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ അവന് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ എടുത്തന്ന് അവൻ്റെ കയ്യിൽ കണ്ടില്ലേ ഹാർപ്പിക്കിൻ്റെ, അതവൻ വിടുന്നേ ഉണ്ടായിരുന്നില്ല. കുറേ നേരം ആ ഹാർപ്പിക്കിൻ്റെ കുപ്പി അവൻ പിടിച്ചുകൊണ്ട് നിന്നുണ്ടായിരുന്നേ. വീട്ടിലെത്തിയപ്പോഴും അവൻ അത് കയ്യിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ സാധനങ്ങളൊക്കെ കയറ്റി വെക്കാനും അവൻ ഹെൽപ്പ് ചെയ്തിരുന്നു. പക്ഷേ അവന് കുറച്ച് കളിക്കാനുള്ള ഐറ്റംസ് മാത്രം അവൻ എടുത്തിട്ട് ബാക്കി അങ്ങനെ തന്നെ വെച്ചേ. പിന്നെ ഞങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ച് വരാൻ നിൽക്കുകയായിരുന്നേ. അപ്പം ഞാൻ ജസ്റ്റ് ഏട്ടനോടൊന്ന് പറഞ്ഞ് നമുക്കൊന്ന് അമീബ വരെ കയറിയാലോ. അവനെയും കൊണ്ട് വന്നതല്ലേ എന്തായാലും. ഞങ്ങളിതുവരെ അവിടെ കയറിയിട്ടില്ല ഇവനെയും കൊണ്ട് വന്നപ്പം. അപ്പം ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ സമ്മതിച്ചു. അതുകൊണ്ട് ഞങ്ങൾ വേഗം അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഉച്ചയായിട്ടുണ്ട്, നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. ഹോസ്പിറ്റലിലേക്കുള്ള ട്രാവലിങ്ങിൽ ഞാൻ അച്ചുവിന് ദോശ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് അവന് വലിയ വിശപ്പൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ ഞങ്ങൾ ഡാർക്ക് ഫാൻറ്റസീൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നെസ്റ്റോന്ന്. പോകുന്ന വഴിക്കൊക്കെ ഓരോന്നായിട്ട് എടുത്ത് തിന്നുന്നുണ്ടായിരുന്നേ അത്. പിന്നെ ലിഫ്റ്റിൽ കയറിയപ്പോൾ 2 പേര് അവനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ ഭയങ്കര ഗൗരവം കേട്ടോ. ഇങ്ങനെയൊന്നും അല്ല അവൻ. ശരിക്കും അവനെ ഇങ്ങോട്ട് കളിപ്പിച്ചില്ലെങ്കിൽ അവനെ അങ്ങോട്ട് കയറി വിളിക്കും, എന്നിട്ട് അവരെ കൂടെ കളിക്കും. അങ്ങനത്തെ ഒരാളായിരുന്നേ. പക്ഷേ ഇന്നത്തെ ദിവസം മൊത്തം അവൻ ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ആ പ്ലേ ഏരിയയിൽ എത്തിയിട്ടോ. പക്ഷേ ഞങ്ങൾ അവനെ അതിലൊന്നും കളിക്കാൻ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഞങ്ങൾക്ക് കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം വേഗം വീട്ടിലേക്ക് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടുത്തെ ഈ സംഭവം കാണുന്നത്.
അപ്പം ഞങ്ങൾ വിചാരിച്ച് അവനെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന്. അവൻ അപ്പോഴേക്കും അതിൻ്റെ സൈഡിലൊക്കെ കയറി പിടിക്കുന്ന. ഏട്ടൻ പറഞ്ഞ് അവിടെ ഷോക്ക് ഉണ്ടാവും, അധികം നിർത്തിയാൽ പ്രശ്നമാവുമെന്ന്. അങ്ങനെ ഞങ്ങൾ വേഗം അവനെ എടുത്തു. അതുകൊണ്ട് നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല. അവൻ്റെ ഷൂ നന്നായിട്ട് ലൂസാവുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവൻ അധികം നിലത്തൊന്നും വെക്കാഞ്ഞ്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് അവൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളൊന്നും വണ്ടി കയറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേണം അങ്ങോട്ട് പോവാൻ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് പോവുകയാണ് കേട്ടോ. പോകുമ്പം ആ എസ്കലേറ്റർ ഇങ്ങനെ ഇറങ്ങണമല്ലോ, ആ സമയത്ത് എനിക്ക് പേടിയാവായിരുന്നു. ചെക്കൻ അതിൽ വെച്ചതല്ലേ, അതിനോണ്ട് ഏട്ടൻ പിടിച്ചിട്ടുണ്ട്, എന്നാലും എനിക്ക് പേടിയായിട്ട് ഞാനും ഒരു കൈ അതിൻ്റെ മുകളിൽ വെച്ചേ. എന്തൊരു കംഫർട്ടബിളായിട്ട് അവൻ അതിലിരിക്കുന്നേ നോക്കിയേ. എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ആ സാധനം കൂടെ വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവർ അച്ഛനും മോനും കൂടെ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഏട്ടനൊരു കോള് വന്നിട്ടുണ്ടായിരുന്നേ. സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചെക്കനെയും കൂടെ ആ ഡിക്കിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായേൻ. അച്ചു ആ ഡാർക്ക് ഫാൻറ്റസീൻ്റെ പെട്ടി കുലുക്കി നോക്കുന്നേ കണ്ടില്ലേ. അവന് ഇനി വല്ലതും അതിൽ ബാക്കിയുണ്ടോ നോക്കുകയാണ്. ഒക്കെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും. അവനത് ഇഷ്ടപ്പെട്ടെന്നാട്ടോ തോന്നുന്നേ. പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണേ. ഇതാ ഏട്ടൻ എടുത്ത് മാറ്റിയൊരു സംഭവം കണ്ടില്ലേ, അതിൻ്റെ മുകളിൽ വേറൊരു സാധനം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് അച്ചു പിടിച്ച് കളിച്ച് പൊട്ടിച്ചിട്ടുണ്ടേ. മാഷ് ചീത്ത പറയുന്നു പറഞ്ഞിട്ട് ഏട്ടൻ അവനെ പേടിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടേ, പക്ഷെ അവന് പേടിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ബൈപ്പാസ് കൂടെ പോകുന്ന സമയത്തെ എനിക്ക് ഓർമ്മ വരും എന്താണെന്നറിയോ, നമ്മുടെ ഈ റോഡ് പണിയൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഈ കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്ക് പോകുന്ന യൂണിവേഴ്സിറ്റി വഴി ആ ഒരു വഴിയിൽ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, റോഡ് മേലേക്ക് ചരിഞ്ഞ് കിടക്കുന്ന. നല്ല രസമായിരുന്നല്ലോ ഇതിലേ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒക്കെ വെട്ടാണ്, റോഡ് പണിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. മരങ്ങളൊക്കെ പോയത് വിഷമമുള്ള കാര്യം തന്നെയാണ്, എന്നാലും ഇതിലെ എപ്പോഴും ബ്ലോക്കുള്ളൊരു സ്ഥലമായിരുന്നല്ലോ. അപ്പം വലിയ ബ്ലോക്കൊന്നും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുമ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നേ. അതുകൂടാതെ ഈ ഒരു ബൈപ്പാസിൻ്റെ പണി എത്ര പെട്ടെന്നാലേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഈ പണി തുടങ്ങിയ സമയത്ത് തന്നെയാണ് കേട്ടോ ഞാനിപ്പോഴും സ്റ്റക്കായി നിൽക്കുന്നത്. ഇത് ഈ റൈറ്റ് സൈഡിൽ കണ്ടോ ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, അവിടെയാണ് അച്ചുവിനെ കാണിച്ചത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്റ്റാർ കെയർ. അവിടെയാണ് പൊതുവേ ഞങ്ങൾ അവനെ കാണിക്കാറ്. അവിടുന്ന് റെക്കമെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ഐ ഫൗണ്ടേഷനിൽ പോയത്. ഇതിനിടയിൽ ഞാൻ അച്ചുവിന് കുറച്ച് ദോശയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലേക്കാണെങ്കിൽ അച്ഛൻ്റെ കടയിൽ നിന്ന് അമ്മേനെയും കൂടെ ഒന്ന് കൂട്ടണമെന്ന്. അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ കടയിലേക്കാണ് കേട്ടോ പോകുന്നത്. വരുന്ന വഴിക്ക് ഞങ്ങളിങ്ങനെ ഫുഡിനെ പറ്റിയൊക്കെ സംസാരിച്ച് വന്നപ്പോൾ ഏട്ടന് ബീഫ് ഫ്രൈ കഴിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞ്, എന്നിട്ട് അത് വാങ്ങാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ആ സമയത്ത് അച്ചു ഡ്രൈവർ ആയിരുന്നു കേട്ടോ വണ്ടീൻ്റെ മേൽനോട്ടവും കാര്യമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ എൻ്റെ അമ്മയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഏട്ടൻ ഇതാ ഈ ഒരു ബന്ന് വാങ്ങിയ ഉള്ളിൽ ക്രീമൊക്കെ ഉള്ള ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അമ്മേനെ പിക്ക് ചെയ്യാൻ വേണ്ടി അച്ഛൻ്റെ കടയിലേക്ക് വന്നതാണ്. ഈ സമയത്ത് തന്നെ കറക്റ്റായിട്ട് ഒരുപാട് ആൾക്കാർ ചായ കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ. ആ സമയത്ത് അച്ചു പുറത്തേക്ക് നോക്കി കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ എന്തൊക്കെയോ കാണിക്കുകയോ ഒച്ചയിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളൊന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു നായ നിൽക്കുന്നുണ്ട്, അതിനെ പായിപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയേ. കൊലായിൽ തന്നെ പത്മാവതി ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നേ. എന്തേലും കഴിക്കാൻ വാങ്ങാൻ പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അത് കൊടുത്തപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി. പിന്നെ ഈ പാമ്പേഴ്സ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, ഏതെങ്കിലും അമ്മമാർക്ക് യൂസ്ഫുള്ളായാലോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ബ്രാൻഡ് വാങ്ങുന്നത്. ലിറ്റിൽ നെസ്റ്റ് എന്നാണ് കേട്ടോ പേര്. പിന്നെ 54 പാൻസ് ആണ് കേട്ടോ ഇതിലുണ്ടാവുക. നമ്മുടെ പാമ്പേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ലോ ക്വാളിറ്റി ആണ്. ഇത് ശരിക്കും ഞങ്ങൾ രാത്രിത്തേക്കാണ് വാങ്ങിയിട്ടുള്ളത്. ഡെയിലി നമ്മൾ രാത്രി മാത്രമേ ഇങ്ങനത്തെ ഡയപ്പറൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ പുറത്ത് പോവുകയാണെങ്കിൽ പാമ്പേഴ്സ് തന്നെയായിരിക്കും കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാനിത് വീഡിയോ എടുക്കാൻ നിന്ന സമയത്ത് അവൻ എല്ലാ ഡയപ്പറും വാരി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൻ തന്നെ ഓരോന്നായിട്ട് പെറുക്കി എനിക്ക് എടുത്ത് തരുകയും ചെയ്തു കേട്ടോ. അതുകൊണ്ട് ഞാൻ വേഗം അതൊക്കെ അതേപോലെ തന്നെ എടുത്ത് വെച്ചേ. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്, അത് പറഞ്ഞിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം. ഈ വീഡിയോ എനിക്ക് എടുത്തു തന്നത് നീനു ആണ് കേട്ടോ. അതുകൊണ്ട് ഇതെന്തായാലും അവൾ എടുത്തു തന്നതാണെന്ന് നിങ്ങളെടുത്ത് പറയണമെന്ന് അവൾ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അച്ചും നീനും കൂടെ കളിക്കുകയാണ്. നീനു എന്തോ കാണിക്കുകയോ പറയുകയോ എന്തോ ചെയ്യുക. അപ്പം ഇവൻ ചിരിച്ച് നിലത്ത് വീഴുന്നുണ്ടേ.
കളിയൊക്കെ കഴിഞ്ഞ് നീനു പോവാൻ നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ അച്ചു വിടുന്നില്ല. അവൾ വാതിലടയ്ക്കാൻ പോകുമ്പോൾ അച്ചു കൈ നീട്ടുകയാണേ. ഹായ് കൊടുക്കുന്ന സമയത്തും അവൻ കൈ നീട്ടുക. അവനെ വന്ന് പിടിക്കാൻ പറയുക കേട്ടോ. അവൻ നീനു നീനു എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവൾ പോയേ, ക്ലാസ് കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ, എന്തെങ്കിലും കഴിക്കുകയൊക്കെ വേണ്ടേ. അതിന് ശേഷം ഞാൻ അച്ഛനെ ഉറക്കുകയാണ് ചെയ്തത്. ഉറങ്ങി എണീറ്റപ്പോൾ അവനൊരു പ്രത്യേക അവസ്ഥയിലായിപ്പോയേ. ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് പോലും ഇവനിരിക്കുന്നത് കണ്ട് എനിക്ക് ചിരി വരികയാണ് കേട്ടോ. എന്താ പറ്റിയെന്നൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലോ രാവിലെ മുതലേ അവൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ ഉറക്കം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു ചടപ്പായിരിക്കും എന്ന് വിചാരിക്കുക. അതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഏട്ടൻ വരുന്നുണ്ടായിരുന്നേ. ഏട്ടൻ ഡെയിലി ഈവനിങ് കളിക്കാൻ പോവേ. അത് കഴിഞ്ഞ് വരിക. അത് കണ്ടപ്പോൾ സോഫേൻ്റെ മുകളിൽ നിന്ന് ചാടി എണീറ്റിട്ട് ഏട്ടൻ്റെ അടുത്തേക്ക് ഓടിപ്പോവുക കേട്ടോ അവൻ. ഏട്ടൻ ചിലപ്പം വണ്ടിയിലിരുത്തി അങ്ങോട്ടോ കൊണ്ടുപോകുന്നൊക്കെ അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ഏട്ടനാണെങ്കിൽ കളി കഴിഞ്ഞ് വന്നുകൊണ്ട് ക്ഷീണത്തിലായിരുന്നു. അതുകൊണ്ട് അവിടെ ഇരുന്നപ്പോൾ അത് കണ്ടിട്ട് ചെക്കൻ പോയിട്ട് ഏട്ടൻ്റെ അടുത്ത് ഇരുന്ന് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. എവിടെ പോയാലും എനിക്കൊരു സ്വൈര്യം തരാതെ ഈ തള്ള ക്യാമറയും കൊണ്ട് വഴിയേ നടക്കുകയാണല്ലോ എന്നിരിക്കും ചിലപ്പോൾ അവൻ വിചാരിക്കുന്നു. പിന്നെ അച്ഛനും മോനും കൂടെ കാലാട്ടി കളിക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു പൂച്ച ആ സൈഡിൽ വന്നിരുന്നത്. അത് അവൻ കണ്ടു കേട്ടോ. അത് കണ്ടതിന് ശേഷം ഇവനെ നിലത്തിറങ്ങിയേ പറ്റൂ. ഏട്ടൻ വേഗം എടുത്ത് അവനെ മുകളിലോട്ട് വെച്ചേ. അങ്ങനെ ആ പൂച്ചേൻ്റെ സൈഡിൽ പോയിട്ട് ആ പൂച്ചേനെ എറിഞ്ഞ് ഓടിക്കാനുള്ള പരിപാടിയാണ്. പെട്ടെന്നാണ് അവന് ഇഷ്ടപ്പെട്ട പാട്ട് ടി വിയിൽ വന്നത്. അത് കാണാൻ വേണ്ടി ഓടിപ്പോയി. എന്നാലും അവൻ ആ പൂച്ചേനെ ഓടിക്കണം. പിന്നെ ടി വി കാണാൻ വരും, പിന്നെ പൂച്ചേനെ ഓടിക്കാൻ പോകും. അങ്ങനെ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നേ. പൂച്ചയ്ക്ക് പേടിയില്ല കേട്ടോ. ഇവനെപ്പോലെ തന്നെ ഒരു പേടിയില്ലാത്ത പൂച്ചയാണത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛന് ഡിന്നർ കൊടുത്ത് ഞാൻ വേഗം അവനെ ഉറക്കിയേ. ശരിക്കും ഞാനിന്നൊരു ഡേ ഔട്ടിൻ്റെ വ്ളോഗാണ് പ്ലാൻ ചെയ്തിരുന്നത്. വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ കുറച്ച് നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നുകൊണ്ട് അത് ഇതിൽ ആഡ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. പിന്നെ ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.